നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക ഇറച്ചി റോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക മുഴുവനായും ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക. ഇതിനകത്തുള്ള വെള്ളം പറ്റുന്നത് വരെ കക്ക ഇറച്ചി അടച്ചു കൊടുത്ത് തന്നെ വേവിച്ചെടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് കക്ക ഇറച്ചി വേവിച്ചെടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ കക്ക ഇറച്ചിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുമ്പോൾ കക്ക ഇറച്ചിയിലെ ബാഡ് സ്മെല്ല് മുഴുവനായും മാറിക്കിട്ടും. കക്ക ഇറച്ചിയിൽ നിന്നും വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അത് പലർക്കും ഇഷ്ടമാവില്ല. ഇങ്ങനെ ചെയ്താൽ മതി, ബാഡ് സ്മെല്ല് ഒട്ടും വരില്ല. ഇതിലെ വെള്ളം മുഴുവനായും വറ്റിക്കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ അല്പസമയം ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കക്ക ഓരോന്നായി പൊട്ടുന്നത്. ഈ ഒരു സമയം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വീണ്ടും നന്നായി കക്ക പൊട്ടി വരുന്നതായി കാണാം. ഇങ്ങനെ നന്നായി പൊട്ടി വരുന്ന സമയം നമ്മുടെ മുഖത്തേക്ക് തെറിക്കാതെ ഒന്ന് അടച്ചു കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് കിട്ടും ഇങ്ങനെ വേവിച്ചെടുത്താൽ. ഇനിയും ഇതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്തും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങാക്കൊത്തിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോഴും കക്ക പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുക. ഇതിലേക്ക് 2 സവോള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുക. ഇനി 2 പച്ചമുളക് പിളർത്തിയതും 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവോളയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക. ഇനി കക്ക ഇറച്ചി എവിടെ കണ്ടാലും ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കോളൂ. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വളരെ ഉയർന്ന അളവിൽ കാൽസ്യം ലഭിക്കുന്ന ഒന്നാണ് കക്ക ഇറച്ചി. പ്രമേഹ രോഗമുള്ളവർക്കും അമിതവണ്ണമുള്ളവർക്കും അതുപോലെ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം തന്നെ ഏറ്റവും സേഫായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ പാകം ചെയ്ത് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണിത്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 5 മിനിറ്റ് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക. കക്ക ഇറച്ചി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചി ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിക്കും ചോറിനുമെല്ലാം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കക്ക ഇറച്ചി ഫ്രൈ ആണിത്. കക്ക ഇറച്ചി കൊണ്ട് ഒരിക്കൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.